സ്റ്റുഡൻസ്, ഇന്ന് നമുക്ക് 2 പോർട്ട് നെറ്റ്വർക്ക് അനാലിസിസ് എന്താണെന്ന് നോക്കാം. ഇത് നമ്മുടെ 5th മോഡ്യൂളിൽ വരുന്ന ടോപ്പിക്കാണ്. 2 പോർട്ട് നെറ്റ്വർക്ക് അനലൈസ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് എന്താണ് 2 പോർട്ട് നെറ്റ്വർക്ക് എന്നറിയണം. അതിന് മുന്നേ നമുക്ക് എന്താ 1 പോർട്ട് നെറ്റ്വർക്ക് എന്ന് നോക്കാം. 1 പോർട്ട് നെറ്റ്വർക്കിൻ്റെ ഡയഗ്രം നോക്കി. അതായത് ഒരു നെറ്റ്വർക്കിൻ്റെ പുറത്തേക്ക് 2 ടെർമിനൽ ഉണ്ട്. നമുക്ക് ഔട്ട്പുട്ട് എടുക്കണമെങ്കിൽ അല്ലെങ്കിൽ ഒരു ഇൻപുട്ട് സോഴ്സ് കണക്ട് ചെയ്യണമെങ്കിലും ഒക്കെ ആവശ്യമായിട്ട് 2 ടെർമിനൽസ് മാത്രമുള്ള നെറ്റ്വർക്കിനെ 1 പോർട്ട് നെറ്റ്വർക്ക് എന്ന് പറയുന്നു. അപ്പോൾ 2 പോർട്ട് നെറ്റ്വർക്കിൽ എത്ര ടെർമിനൽസ് ഉണ്ടാകും? ദർ വിൽ ബി 4 ടെർമിനൽസ്. കണ്ടോ? ഒരു ഇൻപുട്ട് പോർട്ടും ഒരു ഔട്ട്പുട്ട് പോർട്ടും. അത് ഏത് പോർട്ടും നമുക്ക് ഇൻപുട്ടായിട്ട് ഉപയോഗിക്കാം, ഏതും ഔട്ട്പുട്ടായിട്ടും ഉപയോഗിക്കാം കേട്ടോ. ഒന്ന് ഫിക്സഡ് അല്ല. ഇങ്ങനെയുള്ള നെറ്റ്വർക്കിനെ പറയുന്ന പേരാണ് 2 പോർട്ട് നെറ്റ്വർക്ക്. ഓക്കെ, ഈ 2 പോർട്ട് നെറ്റ്വർക്ക് നമുക്ക് പല രീതിയിലും കണക്ട് ചെയ്യാം. ഫസ്റ്റ് കണ്ടോ, ഒരു T സെക്ഷൻ. T പോലെ Z1, Z2, Z3. Z2 രണ്ട് സൈഡിലും കോമൺ ആയിട്ട് ഒരു സൈഡിൽ Z1, അതർ സൈഡിൽ Z3 ഇങ്ങനെ കണക്ട് ചെയ്യുന്നതിന് T സെക്ഷൻ എന്ന് പറയുന്നു. സെക്കൻഡിൽ കൊടുത്തിരിക്കുന്ന ഈ കണക്ഷൻ നമുക്ക് പൈ സെക്ഷനായിട്ടും 2 പോർട്ട് നെറ്റ്വർക്ക് വരയ്ക്കാം. ഓക്കെ, ഇനി ഈ 2 പോർട്ട് നെറ്റ്വർക്ക് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മെയിനായിട്ട് 4 സെറ്റ് പാരാമീറ്റേഴ്സാണ് ഈ മോഡ്യൂളിൽ പഠിക്കാനുള്ളത്. അതിൽ നമുക്ക് ആദ്യമായിട്ട് Z പാരാമീറ്റേഴ്സ് അല്ലെങ്കിൽ ഇംപിഡൻസ് പാരാമീറ്റേഴ്സ് അല്ലെങ്കിൽ ഓപ്പൺ സർക്യൂട്ട് പാരാമീറ്റേഴ്സ് എന്താണെന്ന് നോക്കാം. ഇത് 3 പേരിൽ പറഞ്ഞു കഴിഞ്ഞാലും ഒന്ന് തന്നെയാണ്. Z പാരാമീറ്റർ, ഓപ്പൺ സർക്യൂട്ട് പാരാമീറ്റർ, ഇംപിഡൻസ് പാരാമീറ്റർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഒന്ന് തന്നെയാണ്. ഓക്കെ, ഇനി ഒരു റെസിസ്റ്റീവ് സർക്യൂട്ട് ആണെങ്കിൽ നമുക്കറിയാം എന്താ വോൾട്ടേജ്. വോൾട്ടേജ് ഈസ് ഈക്വൽ ടു R×I. എന്നാൽ അതൊരു AC സർക്യൂട്ട് ആണെങ്കിൽ വോൾട്ടേജിനെ നമ്മൾ എങ്ങനെയാണ് പറയുക? R×I എന്നാണോ പറയുക? പകരം എന്ത് പറയും? Z×I. ഓക്കെ, V ഈസ് ഈക്വൽ ടു Z×I എന്ന് പറയാം. അപ്പോൾ അതിൽ വിക്ക് എന്ന് പറയുന്ന ഇപ്പോൾ 2 പോർട്ട് ഉണ്ട്. അപ്പോൾ നമുക്ക് 2 പോർട്ടിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന വോൾട്ടേജ് ഉണ്ടാവുമല്ലോ. V1 ഉം V2 ഉണ്ടാകും. അതുപോലെ 2 പോർട്ട് ഉണ്ട്. അതുകൊണ്ട് 2 പോർട്ടിലെയും കറണ്ട് I1 ഉം I2 ഒക്കെ ഉണ്ടാകും. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു V ഈക്വൽ ടു ZI എന്ന് പറയുന്നതിന് പകരം ഒരു വിൻ്റെ ഒരു കോളം മെട്രിക്സ് V മെട്രിക്സ്, സെഡിൻ്റെ മെട്രിക്സ് Z, ഐൻ്റെ കോളം മെട്രിക്സ് I, ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? മെട്രിക്സ് ഫോമിൽ മെട്രിക്സ് V ഈസ് ഈക്വൽ ടു മെട്രിക്സ് Z ഇൻറ്റു മെട്രിക്സ് I. ഇതിലൊന്നും കൺഫ്യൂഷൻ ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ആ മെട്രിക്സിനെ എക്സ്പാൻഡ് ചെയ്ത് എഴുതുമ്പോൾ ഓരോ എലമെൻസിനെയും കാണിക്കുമ്പോൾ എന്താകും? വിയിൽ V1 ഉണ്ട്, V2 ഉണ്ട്, ഐയിൽ I1 ഉണ്ട്, I2 ഉണ്ട്. അപ്പോൾ അത് റെഡി ആവണമെങ്കിൽ എന്താണ്? Z മെട്രിക്സ് ഷുഡ് ബി എ 2x2 മെട്രിക്സ്. 4 എലമെൻറ്റ്സ് വേണം. ദാറ്റ് ഈസ് Z11, Z12, Z21, Z22. ഇത്രയേ ഉള്ളൂ. ഈ 4 പാരാമീറ്റേഴ്സാണ് നമ്മുടെ Z പാരാമീറ്റേഴ്സ് അല്ലെങ്കിൽ ഓപ്പൺ സർക്യൂട്ട് പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത്. V ഈക്വൽ ടു ZIയിലെ Z, ആ സെറ്റിലെ 4 എലമെൻറ്റ്സ് ആണ് Z പാരാമീറ്റേഴ്സ്. അപ്പോൾ Z പാരാമീറ്റേഴ്സ് ഏതൊക്കെയാണ്? Z11, Z12, Z21, Z22. ഇനി അത് എന്തുകൊണ്ടാണ് ഓപ്പൺ സർക്യൂട്ട് പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത് നോക്കാം. ഓക്കെ, ഒരു 2 പോർട്ട് നെറ്റ്വർക്കിന് കാണിച്ചിട്ടുണ്ട്. ഈ 2 പോർട്ട് നെറ്റ്വർക്കിൽ ഒരു ഫസ്റ്റ് പോർട്ട് വോൾട്ടേജ് V1, ഫസ്റ്റ് പോർട്ടിലെ കറണ്ട് I1, സെക്കൻഡ് പോർട്ട് വോൾട്ടേജ് V2, സെക്കൻഡ് പോർട്ട് കറണ്ട് I2. ഇത് റെപ്രസെൻറ്റ് ചെയ്യുമ്പോഴും നമ്മൾ ഇക്വേഷൻ എഴുതുമ്പോഴൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഈ I1 എന്ന് പറയുന്ന കറണ്ടും I2 എന്ന് പറയുന്ന കറണ്ടും നമ്മൾ മാർക്ക് ചെയ്ത് നെറ്റ്വർക്കിലേക്ക് എൻ്റർ ചെയ്യുന്ന രീതിയിൽ തന്നെ മാർക്ക് ചെയ്യണം. എപ്പോഴും ഈ റെപ്രസെൻറ്റേഷൻ ശ്രദ്ധിക്കണം കേട്ടോ. വെറുതെ V1, V2, I1, I2 എന്ന് എഴുതിയാൽ പോരാ. I1 ഉം I2 ഉം ടുവേർഡ്സ് ദ നെറ്റ്വർക്കാണ്. അത് ഓർമ്മയുണ്ടാണ്. ഇങ്ങനെ സിസ്റ്റത്തിനെ റെപ്രസെൻറ്റ് ചെയ്തു. 2 വോൾട്ടേജും 2 കറണ്ടും എഴുതി. ഇനി നേരത്തെ മുകളിൽ എഴുതിയ മെട്രിക്സ് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? V1 ഈസ് ഈക്വൽ ടു Z11 I1 പ്ലസ് Z12 I2. V2 ഈസ് ഈക്വൽ ടു Z21 I1 പ്ലസ് Z22 I2. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് Z11 കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? I2 0 ആക്കിയാൽ കിട്ടൂലേ? I2 0 ആക്കി കഴിഞ്ഞാൽ ഈ ടേം അങ്ങ് 0 ആയി. അപ്പോൾ V1 ഈസ് ഈക്വൽ ടു Z11 I1 എന്നായി. അപ്പോൾ Z11 എന്തായി? V1 ഡിവൈഡഡ് ബൈ I1. അപ്പോൾ ജസ്റ്റ് Z11 ഈക്വൽ ടു V1 ബൈ I1 എന്ന് മാത്രം എഴുതിയാൽ പോരെ. എന്ത് എഴുതണം? Z11 ഈസ് ഈക്വൽ ടു V1 ബൈ I1 അറ്റ് I2 ഈസ് ഈക്വൽ ടു 0.
ഇതാ അവിടെ എഴുതി വെച്ചിരിക്കുന്നത് നോക്കി. Z11 is equal to V1 by I1 at I2 equal to 0. അപ്പോൾ Z11 കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സെക്കൻഡ് പോർട്ടിലെ കറണ്ട് 0 ആക്കി. അതായത് സെക്കൻഡ് പോർട്ട് ഓപ്പൺ ആയിരിക്കുന്ന സമയത്ത് ഫസ്റ്റ് പോർട്ടിൻ്റെ വോൾട്ടേജും കറണ്ടും തമ്മിലുള്ള റേഷ്യോ ആണ് Z11. അതുപോലെ നമുക്ക് Z21 കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യാം? ഇവിടെ 0 ആക്കി കഴിഞ്ഞാൽ Z21 is equal to V2 by I1. Z21 V2 by I1 at I2 is equal to 0. അതുപോലെ Z12 Z22 കണ്ടുപിടിക്കുക. Z12 V1 by I2 at I1 equal to 0. Z22 V2 by I2 at I1 is equal to 0. അപ്പോൾ ഈ 4 പാരാമീറ്റേഴ്സ് Z11ഉം Z21ഉം Z12ഉം Z22ഉം നമുക്ക് ഡിഫൈൻ ചെയ്യാം. എങ്ങനെയാണെങ്കിൽ ഡിഫൈൻ ചെയ്യുക? ഒന്നല്ലെങ്കിൽ ഇൻപുട്ട് പോർട്ട് ഓപ്പൺ സർക്യൂട്ടഡ് ആവണം, അല്ലെങ്കിൽ ഔട്ട്പുട്ട് പോർട്ട് ഓപ്പൺ സർക്യൂട്ടഡ് ആവുന്ന രീതിയിലാണ് നമ്മളിവിടെ ഡെഫിനിഷൻ കൊടുത്തത്. Z11 is the input impedance when input driving point impedance അല്ലേ ഇത്? Input driving point impedance when output is open circuited. Okay. ഇതോ Z21 is the transfer impedance when output is open circuited. ഇതോ it is the reverse transfer impedance when input is open circuited. It is the output driving point impedance when input is open circuited. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്തുകൊണ്ടാണ് Z പാരാമീറ്റേഴ്സിനെ ഓപ്പൺ സർക്യൂട്ട് പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നോക്കിയേ ഈ നെറ്റ്വർക്ക്. ഈ നെറ്റ്വർക്കിൽ ഇങ്ങനെ ഞാൻ വരച്ചു വെച്ചിരിക്കുന്ന നെറ്റ്വർക്കിൽ നിങ്ങൾ ഇക്വേഷൻ എഴുതി നോക്കിയേ. KVL അപ്ലൈ ചെയ്യാണ്. V1 minus Z11 I1 minus Z12 I2 is equal to 0. അപ്പം എന്തായി? V1 is equal to Z11 I1 plus Z12 I2. ഇനി ഈക്വേഷൻ ഞാൻ ആൻറ്റി ക്ലോക്ക് വൈസിലാണ് ലൂപ്പിനെ ട്രേസ് ചെയ്യുന്നത്. അപ്പോൾ V2 minus Z22 I2 minus Z21 I1 is equal to 0. അപ്പോൾ എന്ത് കിട്ടും? V2 is equal to Z22 I2 plus Z21 I1. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താ മനസ്സിലാവുന്നത്? നിങ്ങൾ ആദ്യം V equal to Z ആയി എഴുതി, പിന്നെ അതിൻ്റെ ഇക്വേഷൻ മെട്രിക്സ് നിന്ന് ഇക്വേഷൻ എടുത്തെഴുതി. എന്താ? V1 equal to Z11 I1 plus Z12 I2, V2 equal to Z21 I1 plus Z22 I2 എന്ന് എഴുതിയില്ലേ? അതേ ഇക്വേഷന് നമ്മൾ ഫിഗറിൽ റെപ്രസെൻ്റ് ചെയ്തിരിക്കുകയല്ലേ ഇത്? ഓക്കെ, അപ്പോൾ Z പാരാമീറ്റേഴ്സിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഇക്വലൻറ്റ് സർക്യൂട്ടാണ് ഇത്. ഓക്കെ, ഇനി ഒരു എക്സാമ്പിൾ പ്രോബ്ലം നോക്കാം. ഫൈൻഡ് ദ Z പാരാമീറ്റർ ഫോർ ദ ഫോളോയിങ് നെറ്റ്വർക്ക്. ഈ നെറ്റ്വർക്കിൻ്റെ Z പാരാമീറ്റർ എന്താണെന്ന് കണ്ടുപിടിക്കണം. ഇതെന്ത് നെറ്റ്വർക്കാണ്? T സെക്ഷൻ അല്ലേ? T സെക്ഷൻ എന്ന് പറയുമ്പോൾ തന്നെ ശ്രദ്ധിക്കണം, നമ്മൾ Z1 Z2 എവിടെ കൊടുക്കുന്നു? Z3 കോമൺ ബ്രാഞ്ചാണ്. Z1 ഫസ്റ്റ് പോർട്ടിൻ്റെ അവിടെ കണക്ട് ചെയ്തു, Z2 അങ്ങനെ കണക്ട് ചെയ്തു. ഇതൊക്കെ നോക്കുക കേട്ടോ. കറണ്ട് മാർക്ക് ചെയ്തിരിക്കുന്നത് നോക്കിയേ. V1 I1 ടുവേർഡ്സ് ദ സിസ്റ്റം, I2 ടുവേർഡ്സ് ദ സിസ്റ്റം, E2 മാർക്ക് ചെയ്തു. നമുക്കറിയാം V1 ഈക്വൽ ടു Z1 I1 പ്ലസ് അല്ലേ ഈ ഇക്വേഷൻ. ഇവിടെ നമ്മൾ നെറ്റ്വർക്ക് ഇക്വേഷൻ എഴുതുന്നതിന് മുന്നേ എന്താ ചെയ്യുന്നത്? ഇവിടെ നമുക്ക് KVL അപ്ലൈ ചെയ്യാം കേട്ടോ. ഇതിൻ്റെ Z പാരാമീറ്റേഴ്സ് എന്താണെന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. Z പാരാമീറ്റർ എന്താണെന്ന് നമുക്കറിയില്ല. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കുക. നമ്മൾ ആദ്യം മെഷ് ഇക്വേഷൻ എഴുതി അല്ലേ? ഈ കറണ്ട് I1ഉം ഈ കറണ്ട് I2 ആണെങ്കിൽ ഓക്കെ, കറണ്ട് I1 വരുന്നു, കറണ്ട് I2 വരുന്നു. അപ്പോൾ ഇങ്ങോട്ടേക്കുള്ള കറണ്ട് എന്തായിരിക്കും? I1 പ്ലസ് I2. ഇനി നമ്മൾ KVL ഇക്വേഷൻ എഴുതാം. V1 minus Z1 I1 minus Z3 into I1 plus I2 is equal to 0. അപ്പോൾ എന്ത് കിട്ടും? V1 is equal to Z1 I1 plus Z3 into I1 plus I2. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ I1ൻ്റെ കോഎഫിഷ്യൻസിനെ ഒരുമിച്ചെടുത്ത് I2ൻ്റെ കോഎഫിഷ്യൻസിനെ ഒരുമിച്ചെടുത്ത് എഴുതി. അപ്പോൾ എന്ത് കിട്ടി? V1 is equal to Z1 plus Z3 I1 plus Z3 I2. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താ മനസ്സിലാകുന്നത്? നമ്മുടെ Z പാരാമീറ്റർ ഇക്വേഷൻ എന്താ? V1 is equal to Z11 I1 plus Z12 I2 അല്ലേ? ഈ നെറ്റ്വർക്കിൻ്റെ ഇക്വേഷൻ എന്താ? V1 is equal to Z1 plus Z3 I1 plus Z3 I2. രണ്ട് ഇക്വേഷനും കൂടെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയേ. അവിടെ I1ൻ്റെ കോഎഫിഷ്യൻ്റ് എന്താ? Z11. ഇവിടെ I1ൻ്റെ കോഎഫിഷ്യൻ്റ് എന്താ? Z1 plus Z3. അപ്പോൾ Z11 ഓഫ് ദിസ് നെറ്റ്വർക്ക് എന്താ? Z1 plus Z3. ഓക്കെ,
അപ്പോൾ ഇങ്ങനൊരു ടി സെക്ഷൻ തന്നാൽ ആ ടി സെക്ഷൻ്റെ Z11 എന്ന് പറയുന്നത് എന്താണ്? Z1 പ്ലസ് Z3. ഇനി Z12 എന്താ? Z3. കാരണം I2ൻ്റെ V1ൻ്റെ ഇക്വേഷനിൽ I2ൻ്റെ കോഎഫിഷ്യൻ്റ് ആണ് എന്ത്? Z3. അപ്പോൾ Z3 ഈസ് ഈക്വൽ ടു Z12. ഇനി അതുപോലെ രണ്ടാമത്തെ ലൂപ്പിൻ്റെ KVL ഇക്വേഷൻ ഏതാ? V2 മൈനസ് I2 Z2 മൈനസ് Z3 ഇൻറ്റു I1 പ്ലസ് I2 ഈക്വൽ ടു 0. അങ്ങനെ നിങ്ങൾ എഴുതുന്ന സമയത്ത് ഇതിനെയും I2ൻ്റെ കോഎഫിഷ്യൻ്റ് ഒരുമിച്ചെടുത്ത് എഴുതുക, I1ൻ്റെ കോഎഫിഷ്യൻ്റ് ഒരുമിച്ചെടുത്ത് എഴുതുക. അപ്പോൾ V2 ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് I1 ആൻഡ് I2. അങ്ങനെയാണെങ്കിൽ Z പാരാമീറ്റർ എങ്ങനെയാണ്? V2 ഈസ് ഈക്വൽ ടു Z11 I1 പ്ലസ് Z12 I2. അപ്പോൾ Z11 ഈസ് ഈക്വൽ ടു Z21 ഈസ് ഈക്വൽ ടു Z3, Z22 ഈസ് ഈക്വൽ ടു Z2 പ്ലസ് Z3. ഒന്നുകൂടെ പറയാം, V2 ഈസ് ഈക്വൽ ടു Z21 I1 പ്ലസ് Z22 I2. സോ Z21 ഈക്വൽ ടു Z3, Z22 ഈസ് ഈക്വൽ ടു Z2 പ്ലസ് Z3. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഈ പ്രോബ്ലം നമ്മൾ ചെയ്തതോടുകൂടി നമ്മൾ എങ്ങനെയാണ് ഒരു നെറ്റ്വർക്കിൻ്റെ Z പാരാമീറ്റർ കണ്ടുപിടിക്കുക എന്നുള്ളൊരു കാര്യം പഠിച്ചു. മാത്രമല്ല ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒരു ടി സെക്ഷൻ്റെ Z പാരാമീറ്റർ എന്താണെന്ന്. ഇനി ചോദിച്ചു കഴിഞ്ഞാൽ ഡിറൈവ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഡിറൈവ് ചെയ്യാം. പക്ഷേ പരീക്ഷയ്ക്ക് അല്ലാത്ത രീതിയിൽ ചോദിക്കുമ്പോൾ നിങ്ങൾക്കത് കാണാതെ തന്നെ ഓർമ്മ ഉണ്ടാകണം. ഇങ്ങനെ ഡിറൈവ് ചെയ്തെടുക്കുക, ഇക്വേഷൻ എഴുതിയെടുക്കേണ്ട ആവശ്യമില്ലാതെ തന്നെ നിങ്ങൾ ഓർത്ത് വെക്കണം. നോക്കിയേ, കാണാതെ പഠിച്ചോളൂ. ഒരു ടി നെറ്റ്വർക്ക് വരച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിലെ ബ്രാഞ്ചാണ് Z1, Z2, കോമൺ ബ്രാഞ്ചാണ് Z3. അങ്ങനെയാണെങ്കിൽ Z11 ഈസ് ഈക്വൽ ടു Z1 പ്ലസ് Z3, Z22 ഈസ് ഈക്വൽ ടു Z2 പ്ലസ് Z3. ഇനി Z12 ആൻഡ് Z21 രണ്ടും ഈക്വൽ ആണ്, അതെന്താണ്? Z3 ആണ്. ഓക്കെ, ഇവിടെ Z11 Z12 എല്ലാം എടുത്തെഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ വേറൊരു പ്രോബ്ലം ചെയ്യുന്നുണ്ട്. ഫൈൻഡ് ദ ഓപ്പൺ സർക്യൂട്ട് പാരാമീറ്റർ ഓഫ് ദ ടു പോർട്ട് നെറ്റ്വർക്ക്. ഇതിൻ്റെ ഓപ്പൺ സർക്യൂട്ട് പാരാമീറ്റർ കണ്ടുപിടിക്കാം. ഒരു ടു പോർട്ട് നെറ്റ്വർക്കാണ്, ഇതും ഒരു ടി സെക്ഷൻ തന്നെയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ അവിടെ ഡിറൈവ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ T1ൻ്റെ ഓപ്പൺ സർക്യൂട്ട് പാരാമീറ്റർ, ടി സെക്ഷൻ്റെ ഓപ്പൺ സർക്യൂട്ട് പാരാമീറ്റർ എന്താണ്? Z11 ഈസ് ഈക്വൽ ടു Z1 പ്ലസ് Z3 അല്ലേ? ഇവിടെ Z1 എന്താ? J40, Z3 എന്താ? മൈനസ് J60. ഇപ്പോൾ Z11 എന്ത് കിട്ടി? J40 മൈനസ് J160. ആൻസർ എഴുതുക. പിന്നെ Z12 Z21 എന്ന് പറയുന്നത് Z3 ആണ്. ഇവിടെ Z3 എന്താണ്? മൈനസ് J160. അപ്പോൾ അത് എഴുതി. അതുപോലെ Z22 എന്താ? Z2 പ്ലസ് Z3 അല്ലേ? Z2 എന്താ? J80, Z3 എന്താ? മൈനസ് J160. അപ്പോൾ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് കിട്ടുന്ന റിസൾട്ട് ഉണ്ടായി. അപ്പോൾ ഇങ്ങനെ ഏത് നെറ്റ്വർക്ക് തന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റണം. ഇനി ഇതാ ഇവിടെ വേറെ നെറ്റ്വർക്ക് നോക്കിയേ. ഒബ്റ്റെയിൻ ദ ഓപ്പൺ സർക്യൂട്ട് പാരാമീറ്റർ. ഇത് ടി സെക്ഷൻ അല്ല, കാരണം ഇത് ഈ 1ഉം 2, 5 മാത്രമാണെങ്കിൽ നമുക്ക് ടി സെക്ഷൻ എന്ന് പറയുന്നു. പക്ഷെ ഇവിടെ എന്തുണ്ട്? ഒരു 3 ohm കൂടെ ഉണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളത് നോക്കാം. ഇവിടെ CD എന്ന് പറയുന്നത് അല്ലേ ഔട്ട്പുട്ട് പോർട്ട് ഓപ്പൺ. CD അല്ലേ ഔട്ട്പുട്ട് പോർട്ട്, AB ആണ് ഇൻപുട്ട് പോർട്ട്. ഔട്ട്പുട്ട് പോർട്ട് ഓപ്പൺ ആണെന്ന് വിചാരിക്കുക. നമ്മൾ പഠിച്ചിട്ടുണ്ട് Z11 ഈസ് ഈക്വൽ ടു V1 ബൈ I1 അറ്റ് I2 ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഇവിടെ ഔട്ട്പുട്ട് ഓപ്പൺ ആക്കി വയ്ക്കുക. V1 ബൈ I1 എന്താണെന്ന് കണ്ടുപിടിക്കുക. അപ്പോൾ എങ്ങനെയൊക്കെ ഉണ്ടാവുക? സർക്യൂട്ട് നോക്കിയേ. V1 ബൈ I1 കാണണമെങ്കിൽ ഇത് ഓപ്പൺ ആണെങ്കിൽ ഈ 2ഉം 3ഉം സീരീസ് ആണ് അല്ലേ? 2 and 3, കാരണം ഇത് ഓപ്പൺ അല്ലേ? അപ്പോൾ 2, 3 സീരീസ്, 5 കിട്ടും. 5 പാരലൽ വിത്ത് 1. ദെൻ ആ 1 and 5 സീരീസ്. റെഡി അല്ലേ? ഇവിടെ ഓപ്പൺ ആണ്. അപ്പോൾ ഈ 2ലൂടെ എന്ത് വരുന്നോ അത് 3ലൂടെയും പാസ് ചെയ്യും. അപ്പോൾ 2 and 3 സീരീസ്. ആ റിസൾട്ടൻ്റ് കിട്ടുന്ന 5 പാരലൽ വിത്ത് 1. ദെൻ ദാറ്റ് ഈസ് അഗെയിൻ സീരീസ് വിത്ത് 5. അപ്പോൾ നമുക്ക് V1 ബൈ I1 കിട്ടി. V1 ബൈ I1 അറ്റ് I2 ഈക്വൽ ടു 0. ദാറ്റ് ഈസ് 35/6 എന്ന് കിട്ടും. ഇനി Z21 കാണണമെങ്കിലോ? Z21 ഈസ് ഈക്വൽ ടു V2 ബൈ I1 അറ്റ് I2 ഈസ് ഈക്വൽ ടു 0. V2 എന്ന് പറയുന്നത് എന്താണ്?
V2 എന്ന് പറയുന്നത് വോൾട്ടേജ് അക്രോസ്, ഇവിടെയല്ലേ V2 നമ്മൾ മാർക്ക് ചെയ്യുക, ഇവിടെയല്ലേ V2 മാർക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ KVL ഇക്വേഷൻ എഴുതി നോക്കിയേ. അപ്പോൾ V2 എന്ന് പറയുന്നത് വോൾട്ടേജ് അക്രോസ് ദ 5 ohm പ്ലസ് വോൾട്ടേജ് അക്രോസ് 2. കാരണം ഇങ്ങനെ ലൂപ്പ് എഴുതിയാൽ മതി. V2 മൈനസ് 2I3 എന്നിങ്ങനെ പറഞ്ഞിട്ട് ഈ ലൂപ്പിൻ്റെ ഇക്വേഷൻ എഴുതുമ്പോൾ നിങ്ങൾക്ക് അറിയാം V2 എന്ന് പറയുന്നത് വോൾട്ടേജ് അക്രോസ് 5 ohm പ്ലസ് വോൾട്ടേജ് അക്രോസ് 2 ohm. അപ്പം ഇതെന്ത് കിട്ടി? I3 × 2. കാരണം ഈ കറണ്ടിന് I3 എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ നോക്കുക, ഇവിടെ ഇങ്ങനെ ഇക്വേഷൻ എഴുതിയാൽ മതി. V2 ഇവിടെയാണ് V2 മൈനസ് 2I3 മൈനസ് 5I1. I1 എന്ന് പറയുന്നത് I3 പ്ലസ് I4. ഓക്കെ, അപ്പോൾ 2I3 പ്ലസ് I1 × 5 ഈസ് ഈക്വൽ ടു V2 എന്ന് കിട്ടി. ഇതിൽ നിന്ന് I3 എന്താണെന്ന് നോക്കാം. I3 കറണ്ട് ഡിവിഷൻ റൂൾ പ്രകാരം I3, കാരണം വരുന്ന കറണ്ടല്ലേ ഡിവൈഡ് ചെയ്യുന്നത്, അപ്പോൾ കറണ്ട് ഡിവിഷൻ റൂൾ പ്രകാരം I3 ഈസ് ഈക്വൽ ടു I1 × അതർ റെസിസ്റ്റൻസ് ബൈ സം ഓഫ് ദ റെസിസ്റ്റൻസസ്. കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ I3 ഇൻ ടേംസ് ഓഫ് I1 കിട്ടും. ഓക്കെ, ഇവിടെ ശ്രദ്ധിച്ച് നോക്കിയാൽ V2ൻ്റെ എക്സ്പ്രഷൻ നമ്മൾ എഴുതി, അതിൽ I3 ഉണ്ട് I1 ഉണ്ട്. നമുക്കത് പാടില്ല. നമുക്ക് V2ൻ്റെ എക്സ്പ്രഷന് I1ൻ്റെയും I2ൻ്റെയും ടേംസിൽ കിട്ടിയാൽ മതി, കുഴപ്പമില്ല. അല്ലെങ്കിൽ നമുക്ക് V2/I1 റേഷ്യോ ആണ് കിട്ടേണ്ടത്. അപ്പോൾ കംപ്ലീറ്റ് I1-ലായാലും മതി. I2 0 ആണ് കണ്ടീഷനിൽ. അപ്പോൾ ഇവിടെ നമുക്ക് I3 കിട്ടി, I1 × 1 അത് കിട്ടി. അപ്പോൾ നമുക്ക് ഈ I3ക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ദാറ്റ് × 2 പ്ലസ് I1 × 5 ചെയ്തു. റിസൾട്ട് കിട്ടി 16/3 I1. ദെൻ V2/I1 ഈസ് ഈക്വൽ ടു 16/3. അതാണ് എന്ത്? Z V2/I1 അല്ലേ, ദാറ്റ് ഈസ് ഈക്വൽ ടു Z21 എന്നായി. ഇതുപോലെ അപ്പോൾ Z21ഉം Z11ഉം അല്ലേ ഇപ്പം നമ്മൾ കണ്ടുപിടിച്ച്, അതുപോലെ Z12 ഉണ്ട്, Z22 ഉണ്ട്. ഇത് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ഇൻപുട്ട് പോർട്ട് 0 അല്ലെങ്കിൽ ഇൻപുട്ട് പോർട്ട് കറണ്ട് 0 അല്ലെങ്കിൽ ഇൻപുട്ട് പോർട്ട് ഓപ്പൺ എന്നുള്ള കണ്ടീഷനിൽ എടുക്കുക. അപ്പോൾ ഇവിടെ ഇൻപുട്ട് പോർട്ട് ഓപ്പൺ ആണെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നോക്കുമ്പോൾ, ഈ ടെർമിനലിൽ നിന്ന് ഇങ്ങോട്ട് നോക്കുമ്പോഴുള്ള ഇമ്പിഡൻസ് ദാറ്റ് ഈസ് V2/I2 ആണ് Z22. അപ്പോൾ ഇവിടെ ഇത് ഓപ്പൺ ആണെങ്കിൽ 1 and 3 സീരീസ്, ദാറ്റ് ഈസ് പാരലൽ വിത്ത് 2, ദെൻ അഗെയിൻ സീരീസ് വിത്ത് 5. അങ്ങനെ നമുക്ക് Z22 കണ്ടുപിടിക്കാം. പിന്നെ V1 എന്ന് പറയുന്ന വോൾട്ടേജ് Z12 കാണണമെങ്കിൽ V1/I2 at I1 = 0 കാണേണ്ടി വരും. അപ്പോൾ നമുക്ക് ഈ V1 എന്ന് പറയുന്നത് എന്താണ്? I1 0 ആണല്ലോ. I1 0 ആയതുകൊണ്ട് പിന്നെ V1 ഈസ് ഈക്വൽ ടു ഈ 1-ലുള്ള കറണ്ട് × 1, ദെൻ 5-ലുള്ള കറണ്ട് × 1 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് 1 × I5 പ്ലസ് 5 × I5 പ്ലസ് I6 എഴുതുക. കാരണം ഇവിടെ ഈ I1 0 ആണ്. അപ്പോൾ ഈ വരുന്ന I5 തന്നെയാണ് ഈ 1-ലൂടെ ഉണ്ടാകുക. അപ്പോൾ 1 × I5 പ്ലസ് ദെൻ ഇങ്ങോട്ടേക്കുള്ള കറണ്ട് എന്ന് പറയുന്നത് I5 പ്ലസ് I6 ആണ്. അപ്പോൾ 5 × I5 പ്ലസ് I6. നമുക്ക് വേണ്ടത് V1ഉം I2 ആണ്. അപ്പോൾ അതുകൊണ്ട് ഈ I5-നെയും I5 പ്ലസ് I6-നെയും ഒക്കെ നമുക്ക് I2ൻ്റെ ടേംസിലേക്ക് മാറ്റണം. അപ്പോൾ നമുക്ക് I5-നുള്ള എക്സ്പ്രഷൻ കറണ്ട് ഡിവിഷൻ റൂൾ പ്രകാരം കിട്ടി. I5 പ്ലസ് I6 എന്ന് പറയുന്നത് I2 ആണ്. അതും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ V1 ആൻഡ് I2 തമ്മിലുള്ള റിലേഷൻ കിട്ടി. ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് V1/I2 എന്താണ് കണ്ടുപിടിക്കാം. വെറും V1/I2 മാത്രമല്ല, I1 0 ആകുമ്പോൾ മാത്രമേ ഇങ്ങനെ വരുന്നുള്ളൂ അല്ലേ. I1 0 ആകുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് ആ എക്സ്പ്രഷൻ അങ്ങനെ എഴുതാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ പാരാമീറ്റേഴ്സ് കണ്ടുപിടിക്കുന്ന രീതി. ഓക്കെ, അപ്പോൾ നമ്മൾ Z പാരാമീറ്റർ 2 പോർട്ട് നെറ്റ്വർക്ക് എന്താണെന്ന് കണ്ടു. 2 പോർട്ട് നെറ്റ്വർക്കിനെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് 4 പാരാമീറ്റേഴ്സ് പഠിക്കാനുണ്ട്. അതിൽ Z പാരാമീറ്റേഴ്സ് എന്ന് പറയുന്ന പാരാമീറ്റേഴ്സിനെ കുറിച്ചൊന്ന് പഠിച്ചു. Z പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത് ഇംപിഡൻസ് പാരാമീറ്ററാണ്, ഓപ്പൺ സർക്യൂട്ട് പാരാമീറ്ററാണ്. ഓക്കെ, അപ്പോൾ ഒരു നെറ്റ്വർക്ക് തന്നിട്ട് അതിൻ്റെ Z പാരാമീറ്റേഴ്സ് കണ്ടുപിടിക്കുകയാണെങ്കിൽ 2 രീതിയിൽ നമ്മളിന്ന് പ്രോബ്ലത്തിൽ കണ്ടു. ഒന്ന് അതിൻ്റെ ഡെഫിനിഷൻ പ്രകാരം ചെയ്യുക. അതെന്താണ്? V1/I1 at I2 = 0 ആണെന്ത്? Z11. ഇപ്പോൾ Z11 കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ I2 ഓപ്പൺ ആക്കിയിട്ടുള്ള ഒരു കണ്ടീഷൻ എടുക്കുക, എന്നിട്ട് ഇംപിഡൻസ് കാൽക്കുലേറ്റ് ചെയ്യുക. ആ രീതി ചെയ്യാം. അതുപോലെ ഓരോന്നും ആ ഡെഫിനിഷൻ പ്രകാരം ചെയ്യാം. അല്ല എന്നുണ്ടെങ്കിൽ എങ്ങനെ? നമ്മൾ T സെക്ഷൻ്റെ കണ്ടില്ലേ? T സെക്ഷൻ കണ്ടപ്പോൾ നമ്മൾ I2 0 ആക്കാനൊന്നും പോയില്ലല്ലോ.
പകരം നമ്മൾ എന്ത് ചെയ്തു, I2 ഒക്കെ അവിടെ ഉള്ള പോലെ തന്നെ എടുത്തു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, V1 = Z11 I1 + Z12 I2 എന്നുള്ള ഫോമിൽ V1 I1ൻ്റെയും I2ൻ്റെയും ടേമിൽ ഒരു എക്സ്പ്രഷൻ ഉണ്ടാക്കിയെടുത്തു. വേറെ വേരിയബിൾ അതിൽ ഉണ്ടാവാൻ പാടില്ല, V1ഉം I1ഉം I2. എന്നിട്ട് ആ V1 = I1 + I2 എന്ന് എഴുതുന്ന സമയത്ത് I1ൻ്റെ കോഎഫിഷ്യൻറ്റ് Z11 എന്നും I2ൻ്റെ കോഎഫിഷ്യൻറ്റ് Z22 എന്ന് പറഞ്ഞിട്ടെടുത്തു. അതുപോലെ V2ൻ്റെ എക്സ്പ്രഷൻ എഴുതിയിട്ട് Z21ഉം Z22 കണ്ടുപിടിച്ചു. അപ്പോൾ ഈ രണ്ട് രീതിയിൽ നമുക്ക് Z പാരാമീറ്റേഴ്സ് ഏത് സർക്യൂട്ടിൽ ചോദിച്ചാലും കണ്ടുപിടിക്കാം. ഓക്കെ, പിന്നെ എന്താണ് പാരാമീറ്റേഴ്സിൻ്റെ ഓരോന്നിൻ്റെയും ഡെഫിനിഷനും ഓരോന്നിൻ്റെ പേരും കാര്യങ്ങളും അതും പഠിച്ചു വയ്ക്കണം. പിന്നെ T സെക്ഷൻ്റെ Z പാരാമീറ്റേഴ്സ് എന്താണ് കാണാതെ അറിഞ്ഞിരിക്കണം. Z11 = Z1 + Z3, Z22 = Z2 + Z3, Z12 = Z21 = Z3. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഈ Z പാരാമീറ്റേഴ്സിൽ സെറ്റായിട്ട് ഇരിക്കണം.